guys, welcome back to my channel. Sparkle Diaries-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറയുക, എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഡിപ്പെൻഡൻറ്റ് വിസയെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി ഡിപ്പെൻഡൻറ്റ് വിസയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊരു വീഡിയോ ചെയ്യാവോ. അതുപോലെ കമൻറ്റ് ബോക്സിലും കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ ഡയറിയിലോട്ട് മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തൊരു വിത്ത് ആൻസറോട് കൂടിയാണ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യണത്. അതിൻ്റെ അകത്ത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണം. ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. സോ അപ്പം ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു വേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ കൂടെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ എങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയണത്. നമുക്ക് ആകപ്പാടെ മാൽദീവ്സിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ത്രൂ ഏജൻസി, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്. ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺഫേം ആയിട്ട് ഒരു 100% പറയും ത്രൂ ഏജൻസിയാണ് നമുക്ക് ബെറ്റർ. അതിന് ഒരുപാട് എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്നു പറഞ്ഞാൽ എന്നെപ്പോലെ എനിക്കിപ്പോൾ മാലയിൽ നിന്ന് ഒരു 4.5 hour ബോട്ടിൽ യാത്രയുണ്ട്, അതുപോലെ ഫ്ലൈറ്റിൽ പോകേണ്ടവരുണ്ട്. അപ്പോൾ അത്രയും ദൂരത്തേക്കുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വൺസ് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ മാൽദീവ്സിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചവരോട് എനിക്ക് പറ്റുന്നത് പോലെ, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നവരോട് പറ്റുന്നത് പോലെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിലുള്ളത് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ എടുക്കണമെന്ന് കരുതിയിട്ട്, പക്ഷേ എടുക്കാൻ പറ്റിയില്ല പല സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് അങ്ങ് ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയുടെ ഇത് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ വീഡിയോയോട് കൂടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കൊണ്ടുവന്ന ടൈമിൽ ഞാൻ എൻ്റെ ഏജൻസിയെ തന്നെ അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് കുറച്ച് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ആ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് തിങ് ഈസ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. പിന്നെയുള്ള ഒരു കാര്യം, നമുക്ക് ഫോട്ടോസ്, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ വേണം. പിന്നെ ഉള്ളത് എല്ലാവരുടെയും പാസ്പോർട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ആരുടെയൊക്കെയാണ്. അതുപോലെ നമ്മളാണല്ലോ ഇവിടെ ജോലിക്കായിട്ട് വരുന്നത്, അപ്പം നമ്മുടെയും വേണം പാസ്പോർട്ട്, അവരുടെയും വേണം കേട്ടോ. പാസ്പോർട്ട് വേണം, ഫോട്ടോ വേണം, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് കേട്ടോ. പിന്നെ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോയാണ് നമുക്ക് വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു വാവകളെയും കൊണ്ട് വരുന്നവർ നമ്മളെപ്പോഴും വൈറ്റ് കളർ ഡ്രസ്സാണല്ലോ കുഞ്ഞുങ്ങളെ ഇടിപ്പിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോയും വൈറ്റ് ഉടുപ്പും കൂടെ വന്നു കഴിയുമ്പോൾ അവരത് റിജക്റ്റ് ചെയ്യും. സോ അങ്ങനെ എൻ്റെ കുഞ്ഞിന് അങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടുള്ളതാണെങ്കിൽ സ്റ്റുഡിയോയിൽ തന്നെ പറഞ്ഞാൽ മതി, അവരത് കളറ് ചേഞ്ച് ആക്കി തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെയുള്ളത് എന്താ പറയുന്നത്, അപ്പം ഞാൻ എന്നാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. അപ്പം ഞാൻ അതും കൂടെ പറയാം. ഞാനൊരു ഒക്ടോബർ 9-ാം തീയതിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊടുത്തത്. എന്നിട്ട് എനിക്കത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഡ്രസ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്കത് റിജക്റ്റ് ആയതിനു ശേഷം ഞാൻ എഗെയിൻ 20th ഒക്ടോബർ 20th ലാസ്റ്റ് ഇയർ 20th അപ്ലൈ ചെയ്തത്. അതെനിക്കൊരു 25th കൂടി എനിക്ക് അപ്രൂവലായി കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ വൺസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മിനിസ്ട്രിയിൽ നിന്ന് നമുക്കൊരു അപ്രൂവൽ സ്ലിപ്പാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അത് അപ്രൂവൽ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു A4 സൈസ് പേപ്പറിൽ അപ്രൂവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്രൂവൽ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടാണ് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനെ തന്നിരിക്കുന്നത്. അതിനുശേഷം ഇത് ചില ഏജൻസികൾ ഇതിന് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഈ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് നമുക്ക് അപ്രൂവൽ സ്ലിപ്പ് കിട്ടുന്നതിന് മുന്നേ നമുക്ക് ടിക്കറ്റ് എടുത്ത് വെക്കേണ്ട ഒരു പരിപാടിയുണ്ട്.
എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു റൂളാണ്. എന്താ പറയുന്നത്, നേരത്തെ ടിക്കറ്റ് എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത്. അപ്പം ഞാനൊക്കെ നേരത്തെ ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. ഇവരുടെ വിസയ്ക്ക് എനിക്ക് അപ്രൂവൽ വരുന്നതിന് മുന്നേ ടിക്കറ്റ് എടുത്ത് അത് മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഏജൻസിയിൽ ചേട്ടൻ പറഞ്ഞ അവരുടെയും ഇത് എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എടുത്ത് തരണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്ത കാര്യം. അവർക്കൊരു കൺഫർമേഷൻ വേണമല്ലോ, നിങ്ങൾ വരും വരില്ല എന്നുള്ളൊരു കൺഫർമേഷൻ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വൺസ് നമ്മുടെ അപ്രൂവൽ സ്ലിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം കൊടുത്ത് എല്ലാം സബ്മിറ്റ് ആയതിനു ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ട്രാവൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു, അതും സെയിം പോലെ തന്നെ A4 ഷീറ്റ് പേപ്പറിൽ ഒരു ട്രാവൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. അപ്പം അതോടുകൂടി ഇവരുടെ പ്രോസസ്സിങ് തീരാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം ആ അതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും 90 ഡേയ്സ്. ഓക്കെ, ചിലതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ മാൽദീവ്സിൽ നമ്മൾ റീച്ച് ആയതിന് ശേഷം എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരത് സീൽ ചെയ്ത് 90 ഡേയ്സിനാക്കി നമുക്ക് തരും കേട്ടോ. 90 ഡേയ്സിനുള്ളിൽ, അതായത് ഈ 90 ഡേയ്സ് തീരുന്നതിന് മുന്നേ ഇവിടെ കണ്ടിന്യൂ നിൽക്കുന്നവരാണെങ്കിൽ നെക്സ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ ഇൻഷുറൻസ് എടുക്കണം. കാരണം നമുക്കിവിടെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യണതിന് തന്നെ 200 റുഫിയ കൊടുക്കണം. എൻ്റെ ഹോസ്പിറ്റലൊക്കെ 200 റുഫിയാണ് കൊടുക്കുക ഒരു കൺസൾട്ടേഷന്. അപ്പോൾ 200 റുഫിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാം, നാട്ടിൽ 1000 രൂപയാണ് ഒരു കൺസൾട്ടേഷന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ മെഡിസിനൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വരുമെന്ന്. സോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഇൻഷുറൻസ് ആണ്. ഈ 90 ഡേയ്സ് തീരുന്നതിന് മുന്നേ അത് പുതുക്കി എടുക്കുന്നവരാണെങ്കിലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഷുറൻസ്, അലൈഡ് ഇൻഷുറൻസ് ആണ് എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതും കൂടെ ഈ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലാഗായിപ്പോവും. അപ്പം ഇൻഷുറൻസ് ഡീറ്റെയിൽസ് വേറെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം വിസയ്ക്ക് പിന്നെയും അപ്ലൈ ചെയ്യുക. സെയിം ഈ പ്രോസസ്സ് തന്നെ, പാസ്പോർട്ട് അതുപോലെ ഫോട്ടോ എല്ലാം കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അതും ത്രൂ ഏജൻസിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ മിനിസ്ട്രിയിൽ നിന്ന് നമുക്ക് അപ്രൂവലായി കിട്ടും. പിന്നെ നമ്മളത് മാലയിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ചാൻസ് ആണെങ്കിൽ കൊടുത്തു വിട്ടിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ സീലടിക്കണം. അതായത് അവരുടെ പാസ്പോർട്ടിൽ സീലടിക്കണം. പ്ലസ് നമുക്കൊരു കാർഡ് പോലെ ഒരു സംഭവം കൂടെ കിട്ടും. ഏത് നമ്മുടെ നാട്ടിലെ പാൻ കാർഡ് ലുക്കാണ്, അങ്ങനത്തെ ഒരു കാർഡും കൂടി ഉണ്ട്, ഇവിടുത്തെ നാഷണൽ ID പോലെ. അപ്പോൾ അതും കൂടെ അവരുടെ പേരിൽ നമുക്ക് കിട്ടും. ഇത്രയാണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് വരുന്ന കാര്യങ്ങൾ. ഇനി വൺസ് നിങ്ങൾ മാല റീച്ച് ആയതിനു ശേഷം ഡയറക്റ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാല സിറ്റിയിൽ തന്നെ ജോബ് ചെയ്യുന്നവരാണ്. അതായത് IGMH ഹോസ്പിറ്റൽ, ADK ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ എളുപ്പമാണ്. കാര്യം നമുക്ക് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി എല്ലായിടത്തോട്ടും പോകേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് എല്ലാം പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് വഴിയാണ്, ഇമുഗ എന്നാണ് നമ്മൾ ഇമിഗ്രേഷൻ, മാൽദീവ്സ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഗൂഗിളിൽ വരും. വിസ ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് വരും. അതിൻ്റെ അകത്ത് നമുക്ക് ഇമുഗ എന്ന് പറയുന്ന ഇത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വിസ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും ഒരു ലെഫ്റ്റ് സൈഡിൽ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 3 ഓപ്ഷൻസ് ഇങ്ങനെ വരും. ഏത് വിസ ടൈപ്പാണ് വേണ്ടത്, അതിൽ സെൻട്രലിലുള്ള സ്പോൺസർഷിപ്പ് വിസ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബാക്കി എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു പേജ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജ് വരും, അത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ അങ്ങനെ പോയിട്ട് അറ്റ് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഓൺലൈൻ ചെയ്യുന്നത്, അതായത് ഡയറക്റ്റ് നമ്മൾ ചെയ്യണേ. പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മെയിലായിട്ടോ മെസ്സേജ് ആയിട്ടോ മിനിസ്ട്രിയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. ആ ടൈമിൽ നമ്മൾ മിനിസ്ട്രിയിൽ പോവുക, ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് പോരുക. ഇത്രയേ ഉള്ളൂ സ്പോൺസർഷിപ്പിൻ്റെ.
ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഹോസ്പിറ്റൽ ത്രൂ ആദ്യം ചെയ്യണം. അതായത് ഹോസ്പിറ്റലിലോട്ട് ഒരു ലെറ്റർ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് എന്ന് എഴുതി കൊടുത്താൽ മതി. ഇങ്ങനെ ഫ്രമും ടൂവും വെച്ചിട്ട് ഇങ്ങനെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് സ്പോൺസർഷിപ്പ് വിസ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയക്കുക. അത് അറ്റോള് ത്രൂ മിനിസ്ട്രി. അങ്ങനെ ഒരു ഇത് പോയതിന് ശേഷം നമുക്ക് മിനിസ്ട്രിയിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അതനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഡിപ്പെൻഡൻറ്റ് വിസയുടെ കാര്യങ്ങൾ. ഇനി ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ട്സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അതിനുള്ള റിപ്ലൈ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പറ്റുന്നത് പോലെ ഞാൻ കമൻസിന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.